ഹലോ ഫ്രണ്ട്സ്, എയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. മാത്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതിലെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ പോവാണ്. അതും 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എന്നീ ക്രമീകരിച്ചിട്ടായിരിക്കും നമ്മൾ ആ സീരീസ് മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്ന് നമ്മൾ 10th ലെവൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സെറ്റല്ലേ? എല്ലാവരും വീഡിയോയ്ക്ക് സപ്പോർട്ടും ലൈക്കൊക്കെ ചെയ്യണം. അപ്പോൾ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണ വർഗം ഏതാണ്? പൂർണ്ണ വർഗം ഏതാണ്? അതായത് ഒരു സ്ക്വയർ നമ്പർ, ഒരു സ്ക്വയർ നമ്പർ ആവണമെങ്കിൽ ഇത്രേ ഉള്ളൂ. ഒരു 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 × 12. അതായത് അതേ സംഖ്യ തന്നെ, ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് വർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെല്ലാം പവറോട് കൂടി ചേർത്തിയാണ് തന്നിരിക്കുന്നത്. ഇതിലൊരു പൂർണ്ണ വർഗം ഏതാണെന്നാണ് തിരിച്ചറിയേണ്ടത്. ഒരു സംഖ്യ ഒരു പൂർണ്ണ വർഗമാവണമെങ്കിൽ അപ്പോൾ അത് ജോഡി ജോഡി ആയിരിക്കണം, അതായത് പെയർ ആയിരിക്കണം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ, ഈ സംഖ്യയുടെ പവറിൽ ഏതാണോ ഇരട്ട സംഖ്യ വരുന്നത് അതായിരിക്കും ഒരു പൂർണ്ണ വർഗസംഖ്യ. ഏത് സംഖ്യയും ഒരു പൂർണ്ണ വർഗമാവണമെങ്കിൽ അവൻ്റെ പവർ ഒരു ഇരട്ട സംഖ്യ ആയിരിക്കണം, ഒരു ഇരട്ട സംഖ്യ ആയിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നോക്കടാ, ഫസ്റ്റത്തെ ഓപ്ഷൻ 6³ അടുത്ത 6⁻5 അടുത്ത 6⁻4 6⁻9 അല്ലേ? അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ഇരട്ട അക്കം വന്നിരിക്കുന്നത് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി 6⁴ ഇതായിരിക്കും ആൻസർ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഏതൊരു സംഖ്യയും അതൊരു പൂർണ്ണ വർഗമാവണമെങ്കിൽ അതിൻ്റെ പവർ എന്തായിരിക്കണം? പവർ ഒരു ഇരട്ട സംഖ്യ ആയിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെറ്റ് കേട്ടാ. ABC എന്നിവരുടെ വയസ്സുകളുടെ അംശബന്ധം 2:4:5. അവരുടെ ആകെ പ്രായം 110 എങ്കിൽ സിയുടെ പ്രായം എത്ര? ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. 3 പേരുണ്ട്, ABC. അവരുടെ വയസ്സിൻ്റെ അംശബന്ധം തന്നിട്ടുണ്ട് 2:4:5. അവരുടെ ആകെ പ്രായം 110 ആണെങ്കിൽ സിയുടെ പ്രായം എത്ര എന്നാണ് ചോദ്യം. എടാ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഞാൻ എക്സ് യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അംശബന്ധം പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ വിലയെ പൊതുവായ ഘടകം കൊണ്ട് വെട്ടിച്ചെറുതാക്കുന്നതിനാണ് അംശബന്ധം എന്ന് പറയാം. അപ്പോൾ നോക്കണം, ഈ തന്നിരിക്കുന്ന അംശബന്ധം 2, 4, 5 അവരുടെ യഥാർത്ഥ പ്രായമാണോ ചോദിച്ചാൽ അല്ല. ഇതിൻ്റെ കൂടെ ഏതോ ഒരു സംഖ്യ ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും അവരുടെ യഥാർത്ഥ പ്രായം. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ 2 പേരുടെ വയസ്സ് 50 ഉം 40 ആണെന്ന് ഇരിക്കട്ടെ. ഇവരുടെ വയസ്സിൻ്റെ അംശബന്ധം ചോദിച്ചാൽ ഇവരെ 2 പേരെയും കോമൺ ആയ ഒരു പൊതുഘടകം കൊണ്ട് വെട്ടിച്ചുരുക്കുക. ഏതൊരു പൊതുഘടകം നമുക്ക് എടുക്കാൻ പറ്റുന്നത്? 10 എടുത്തൂടെ? 10 കൊണ്ട് വെട്ടിച്ചുരുക്കിയാൽ എത്ര കിട്ടും? 5:4. എടാ, ആ വെട്ടിച്ചുരുക്കിയ അതേ 10 കൊണ്ട് തിരിച്ച് ഗുണിച്ച ഇതേ നമ്പറിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയുള്ള ഏത് കൊണ്ട് വെട്ടിയോ അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ പഴയ യഥാർത്ഥ വിലയ്ക്ക് തിരിച്ചെത്താൻ സാധിക്കും. ഇത് മൈൻഡ് വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെ നോക്കണം, അതേ ഐഡിയ ഉപയോഗിച്ചാൽ ഞാനിവിടെ ചെയ്യാൻ പോവാണ്. ABC ഇവരുടെ 3 പേരുടെ വയസ്സിൻ്റെ അംശബന്ധം തന്നിട്ടുണ്ട് 2:4:5. ഇത് യഥാർത്ഥ വിലയെ വെട്ടിച്ചെറുതാക്കിയായിരിക്കില്ലേ ഈ 2, 4, 5. അപ്പോൾ പഴയ വിലയ്ക്ക് എത്തണം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കണം, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇവന്മാരുടെ തുക തന്നിട്ടുണ്ട്. അംശബന്ധത്തിൽ തുക എന്ന് പറഞ്ഞാൽ അംശബന്ധം കൂട്ടിക്കോ, വ്യത്യാസം പറഞ്ഞാൽ അംശബന്ധം കുറച്ചോ. ഇവിടെ നോക്കണ, ഇവരുടെ തുക എന്ന് പറയുമ്പോൾ ഇവൻ്റെ വയസ്സ് 2 ഭാഗം, ഇവൻ്റെ വയസ്സ് 4 ഭാഗം, ഇവൻ്റെ വയസ്സ് 5 ഭാഗമാണെങ്കിൽ 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടൂടാ? 11 റേഷ്യോ കിട്ടും. ആ 11 റേഷ്യോ ആടാ ഈ പറയുന്ന 110. ഒന്നുകൂടെ ഞാനിവിടെ നേരെ ഇവരുടെ അംശബന്ധം കൂട്ടി 11 റേഷ്യോ, ആ 11 റേഷ്യോ ആണ് ഈ പറയുന്ന 110. അതായത് 110നെ വെട്ടിയാൽ 11 കിട്ടണം. അപ്പോൾ 11നെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 110 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ ഗുണിക്കണ്ട, നിങ്ങൾ എക്സ് വെച്ച് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന എക്സ് തന്നെയാണ് ഈ സംഭവം കേട്ടോ. അങ്ങനെയാണെങ്കിൽ 11നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 110 കിട്ടും? നമുക്ക് നോക്കുകയാണെങ്കിൽ 10 കൊണ്ട്
വെട്ടുമ്പോൾ ഒരേ സംഖ്യയാണെങ്കിൽ ഗുണിക്കുമ്പോഴും ഒരേ സംഖ്യ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് എ ബി സിയിൽ സിയുടെ ഏജ് ആണ്. സിയുടെ ഏജ് 5×10, എൻ്റെ ആൻസർ 50. കഴിഞ്ഞു, സിമ്പിൾ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോക്കടാ, നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കുക. ഒരു അംശബന്ധം എന്ന് പറയുമ്പോൾ യഥാർത്ഥ വിലയെ വെട്ടി ചെറുതാക്കിയാണ് അംശബന്ധം. ആ വെട്ടി അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ പഴയ നമ്പറിലേക്ക് എത്തണം. അപ്പോൾ നമ്മുടെ വെട്ടുമ്പോഴും ഒരേ സംഖ്യ ആയിരിക്കണം, ഗുണിക്കുമ്പോഴും ഒരേ സംഖ്യ ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ എയുടെ വയസ്സ് വെച്ചാൽ ×10, ബിയുടെ വയസ്സ് വെച്ചാൽ ×10. അപ്പോൾ ഗുണിക്കുമ്പോഴും അതേ സംഖ്യ ആയിരിക്കണം. തുക എന്ന് പറഞ്ഞാൽ കൂട്ടിക്കോ, വ്യത്യാസം പറഞ്ഞാൽ കുറച്ച്. ഇപ്പോൾ എക്സാമ്പിൾ, എയുടെയും ബിയുടെയും വയസ്സിൻ്റെ ഡിഫറൻസ് വെച്ചു. എയുടെ വയസ്സ് 2 റേഷ്യോ, ബിയുടെ വയസ്സ് 4 റേഷ്യോയുടെ അതിൻ്റെ ഡിഫറൻസ് 2 റേഷ്യോ. അതേ 2×10, എൻ്റെ ആൻസർ 20. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് മൈൻഡ് വയ്ക്കുക, സെറ്റ് ആവണമെന്ന് വിചാരിക്കണം. ഓക്കെ, നിങ്ങൾ കൂടെ കട്ടയ്ക്ക് നിൽക്കുക. നമുക്ക് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോ ലെവൽ അനുസരിച്ച് പോവുക കേട്ടോ. അപ്പോൾ നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 സംഖ്യകളുടെ ലെസ്സാകൂ. സൂപ്പർ. LCM എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 സംഖ്യകളുടെ ലെസ്സാകൂ 64, ഉസാഗ 8. അതിൽ ഒരു സംഖ്യ 16 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. LCM and HCF എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു നിയമമുണ്ട്. നമ്മുടെ നാട്ടിലെ നിയമം പോലെ തന്നെ ഈ LCM എന്നുള്ള ചാപ്റ്ററിൽ ഒരു നിയമമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ LCM × HCF ഈക്വൽ ടു എന്തിൻ്റെ LCM and HCF? 2 സംഖ്യകളുടെ LCM and HCF അവയ്ക്ക് തുല്യമായിരിക്കും അവയുടെ ഗുണനഫലം. സംഖ്യ ഇപ്പോൾ എക്സും വൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എത്രയുടെ LCM ഉം HCF ഉം തുല്യമായിരിക്കും ആ സംഖ്യകളുടെ ഗുണനഫലത്തിന്. എക്സാമ്പിൾ ഇപ്പോൾ നോക്കണ 6ഉം 12ഉം ഞാൻ 2 സംഖ്യ എടുത്തു. ഈ 2 സംഖ്യയുടെ LCM എത്ര വരൂടാ? LCM എന്ന് പറയുന്നത് 12 വരും. കാരണം 2 സംഖ്യകൾ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കാൻ സാധിച്ചാൽ അതായിരിക്കും LCM. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ HCF എന്തായിരിക്കും? ചെറിയ സംഖ്യയെ വലിയ സംഖ്യ കൊണ്ട് ഹരിക്കാൻ സാധിച്ചാൽ, വലിയ സംഖ്യയിൽ ഹരിക്കാൻ സാധിച്ചാൽ അതായിരിക്കും അതിൻ്റെ HCF. ഇത് LCM, ഇത് HCF. നോക്കടാ, ഈ 2 സംഖ്യ ഗുണിക്കുന്നതും ഇതിൻ്റെ LCM × HCF ഗുണിക്കുന്നതും തുല്യമല്ലേ? ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കേണ്ട കാര്യം, 2 സംഖ്യകളുടെ LCM × HCF ഈക്വൽ ആയിരിക്കും സംഖ്യകളുടെ ഗുണനഫലത്തിന്. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ നിയമം നമ്മൾ എടുക്കാൻ പോവുകയാണ്. നോക്കടാ, ഞാൻ വായിച്ചോട്ടെ. ഇവിടെ ഇത്രയുള്ള അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഇതിപ്പോൾ x × y ഈക്വൽ ടു LCM × HCF. അങ്ങനെയാണെങ്കിൽ സംഖ്യ ആദ്യത്തെ നമുക്ക് അറിയില്ലടാ, പക്ഷെ രണ്ടാമത്തെ ഒരു സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട് 16. LCM എത്രയാടാ? 64 × HCF 8. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. നമ്മുടെ നോക്കുന്ന സമയത്ത് ഈ 2 സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമാണ് അതിൻ്റെ LCM × HCF കേട്ടോ. അങ്ങനെയാണെങ്കിൽ എക്സ് കാരണം പറഞ്ഞോ, എക്സ് കാണാൻ എന്ത് ചെയ്യണടാ? ഏറ്റവും കൂടുതൽ അക്കങ്ങളുള്ള ഭാഗത്തേക്ക് കുറഞ്ഞവനെ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇൻറ്റു ആണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ, സമത്തിന് അങ്ങോട്ട് പോകുമ്പോൾ അത് ഹരണമായി മാറും. അങ്ങനെയാണെങ്കിൽ 64 × 8 / 16 വെട്ടിച്ചുരുക്കുമ്പോൾ 16 64 തന്നെ വെട്ടാം. പക്ഷെ ചിലർക്ക് അത് അറിയണമെന്നില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ അറിയണ കാര്യം 8നെ 16 വെട്ടിക്കൂടെ 2 തവണ. ഈ 2 64 വെട്ടുമ്പോൾ 64 പകുതി എടുത്തെഴുതുക. 2 കൊണ്ട് വെട്ടാ പറഞ്ഞാൽ പകുതിയാണ്. ആൻസർ 32. സിമ്പിൾ, കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. 2 സംഖ്യകളുടെ ഗുണനഫലം ആ സംഖ്യകളുടെ തന്നെ LCM × HCFൻ്റെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ഓക്കെ, സെറ്റ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കയറാം കേട്ടോ. ഓക്കെ, 32 ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ഭിന്നം ഏത്? ഏറ്റവും വലിയ ഭിന്നം ഏത്? ഏതാ? 7/8 ഉണ്ട്, 11/12 ഉണ്ട്, 3/4 ഉണ്ട്, 13/14 ഉണ്ട്. ഇതിലേതാണ് ഏറ്റവും വലിയ ഭിന്നം എന്നാണ് ചോദ്യം. ഞാൻ ഒറ്റ കാര്യം പറയാം, ഒരു ട്രിക്ക് ഞാൻ പറയണം. ഇപ്പം നമുക്ക് ഭിന്നസംഖ്യയിലെ വലുതും ചെറുതും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഡെസിമൽ പോയിൻ്റ് ഹരിച്ച് കണ്ടുപിടിക്കുന്ന ഒരു രീതി ഉണ്ടാവും.
അതിന് കൂടുതൽ നമ്മൾ സീറോ ആയിട്ടുള്ള മെത്തേഡ് അതായിരിക്കും ഏറ്റവും കൂടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ വേണ്ട. കാരണം ആരോഹണക്രമവും അവരോഹണക്രമവും പറയുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് സീറോ മെത്തേഡായിരിക്കും. അത് നമുക്ക് കാണാം. പക്ഷേ ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ടെക്നിക്ക് ഞാൻ പറയണേ, ഒരു ഭിന്നസംഖ്യ തന്നിട്ട് വലുതും ചെറുതും ചോദിക്കുകയാണെങ്കിൽ നീ ഈ മെത്തേഡ് ഒന്നും ചെയ്യേണ്ട. ഫസ്റ്റ് ചെയ്യേണ്ട മെത്തേഡാണ് ഇവിടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം നോക്കുക എന്നുള്ളത്. അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ ഒരു വലിയ നമ്പറൊക്കെ തരും. ഡിഗ്രി ലെവലിലൊക്കെ പോകുകയാണെങ്കിൽ 341 ഡിവൈഡഡ് ബൈ 343 542 ഡിവൈഡ് 500 സംതിങ് കൊണ്ട് ഇങ്ങനെ തരും. എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്തായിരിക്കും ചോദിച്ചാൽ ഇവയുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കണം. എത്രയാടാ പറഞ്ഞോ? 1 അല്ലേ? ഇവയുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എത്രടാ? 1. ഇവയുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എത്രടാ? 1. ഇവിടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എത്ര? 1. ഇതാണ് ട്രിക്ക്. ഇതാണ് PSC ഉദ്ദേശിക്കുന്ന ട്രിക്ക് യൂസ് ചെയ്യാനുള്ളത്. ഇവിടെ നോക്കണം, നമുക്കിങ്ങനെ ഒരു ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും തുല്യമാണെങ്കിൽ, അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ തന്നിരിക്കുന്ന എല്ലാ ഭിന്നസംഖ്യയിലും തുല്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിലെ അംശത്തിലെ വലിയ സംഖ്യ വലിയ ഭിന്നവും ചെറിയ സംഖ്യ ചെറിയ ഭിന്നവുമായിരിക്കും. ഇത്രയുള്ള അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തുല്യമാണെങ്കിൽ അതിന് അംശത്തിലെ വലിയ സംഖ്യ വലിയ ഭിന്നവും ചെറിയ സംഖ്യ ചെറിയ ഭിന്നവുമായിരിക്കും. ഇതിലെ അംശത്തിലെ വലിയ സംഖ്യ ഏതാണ് പറഞ്ഞോ? ഓപ്ഷൻ ഡിയിലുള്ള 13/14. അങ്ങനെയാണ് ഞാൻ ഒന്നും കൂടി ചോദിക്കട്ടെ, ഈ തന്നിരിക്കുന്ന ഭിന്നത്തിൽ ഏറ്റവും ചെറുതാരായിരിക്കും അവിടെ? ഒന്നും നോക്കാനില്ല, ഓപ്ഷൻ എ. അടുത്ത് ഞാൻ ചോദിക്കട്ടെ, ഇത് ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞു. അപ്പോഴും പേടിക്കണ്ട, ഏറ്റവും അംശത്തിൽ ചെറുതെന്ന് വലുതിലോട്ട് പോയാൽ മതി. അപ്പോൾ ആരോഹണ ക്രമം എഴുതുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഉള്ളവൻ പറയണത് ഇവൻ, ഏറ്റവും ചെറുത് 7/8 അല്ല കേട്ടോ, 3/4 സി ഓപ്ഷൻ കണ്ടില്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, 3/4 ആണ് കേട്ടോ. ഇവിടെ നോക്കണം, ഇവിടെ ആരോഹണ ക്രമം എഴുതാൻ പറയുമ്പോൾ ഏറ്റവും ചെറുത് 3/4, അടുത്ത് 7/8, അടുത്ത് 11/12, 13 ഡിവൈഡഡ് ബൈ 14 14. നോക്കടാ, ആരോഹണക്രമം എന്ന് പറയുമ്പോൾ ചെറുതിന്ന് വലുതിലോട്ട്, അവരോഹണക്രമം പറയുമ്പോൾ വലുതിന്ന് ചെറുതിലോട്ട് കേട്ടോ. അപ്പോൾ ആരോഹണക്രമം എഴുതാൻ പറഞ്ഞാൽ ഇതുപോലെ എഴുതി. അവർ ചിലപ്പോൾ ചോദിക്കും ഇങ്ങനെ എഴുതുമ്പോൾ മൂന്നാമൻ ആരാണെന്ന് നോക്കുക വേണ്ട, 11/12 കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കണോ? ഓക്കെ. അപ്പോൾ ഒരു ഭിന്നസംഖ്യയുടെ വലുപ്പം താരതമ്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഒരു റിസ്ക് എടുക്കാനില്ല, പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സിൽ ആൻസർ അടിക്കാം. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വരിയിൽ രഘു മുന്നിൽ നിന്ന് 16-മതും പിന്നിൽ നിന്ന് 28-മതുമാണ് എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഏറ്റവും കൂടുതൽ 10th ലെവലിൽ ചോദിക്കണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള 2 മോഡൽസിൽ ഒരു മോഡലാണിത്. ഇത്രേ ഉള്ളൂ. ഒരു വരിയുണ്ട്, ഒരു വരിയിൽ ഒരു വ്യക്തി നിൽക്കുന്ന സമയത്ത് നോക്കണം, അയാൾക്ക് 2 സ്ഥാനം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അയാൾ ആ വരിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മുന്നിൽ നിന്നുള്ളൊരു സ്ഥാനം ഉണ്ടാവും, പിന്നിൽ നിന്നുള്ള സ്ഥാനം ഉണ്ടാവും. ഇവിടെ നോക്കടാ, ഇവിടെ രഘു നിൽക്കുമ്പോൾ ആ രഘു വരിയിൽ മുന്നിൽ നിന്ന്, ഇതാണ് ഫ്രണ്ടിൽ നിന്ന് എടുക്കണം കേട്ടോ, ഇത് ബാക്ക്. മുന്നിൽ നിന്ന് നോക്കുന്ന സമയത്ത് 16-മത്, അടുത്ത് പിന്നിൽ നിന്ന് നോക്കുമ്പോൾ ആ വരിയിൽ എത്ര സ്ഥാനത്താണ്? 28-മത്. എങ്കിൽ ആ വരിയിലാകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ആക്ച്വലി ചെയ്യണമെങ്കിൽ, വേറൊരു രീതിക്ക് ചെയ്യണമെങ്കിൽ, മുന്നിൽ നിന്ന് രഘു 16-മതാവണമെങ്കിൽ അവൻ്റെ പിന്നാലെ എത്ര പേരുണ്ടാവണം? 15 അല്ലേ? 15 തീർച്ചയായിട്ടും. എന്നല്ല അവന് 16-മതാവാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ പിന്നിൽ നിന്ന് നോക്കുന്ന സമയത്ത് രഘു 28-മതാവനാണെങ്കിൽ അവന് പിന്നിൽ എത്ര പേരുണ്ടാവണം? 27 പേരുണ്ടാവണം. അപ്പോൾ രഘുവെ കൂടാതെ ആ വരിയിൽ 15ഉം ഇവിടെ 27 പേരും ഉണ്ടാവും. അപ്പോൾ അത് കൂട്ടിയിട്ട് രഘുവിനെ കൂടി കൂട്ടിയാൽ ആൻസർ കിട്ടും. പക്ഷെ അതിനേക്കാളേ എക്സാം ഹാളിൽ ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ 2 സ്ഥാനവും തന്നിട്ട് ആ വ്യക്തി ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ആ 2 സ്ഥാനങ്ങളും തമ്മിൽ കൂട്ടി ഇത്രയേ ഉള്ളൂ. 2 സ്ഥാനം തമ്മിൽ കൂട്ടുക, 16ഉം 28ഉം കൂടി കൂട്ടി.
നമുക്ക് ഏകദേശം എത്ര കിട്ടും? 44. ഈടാ ഇവിടെ ഒരു പ്രത്യേകത, 16 പറയണമെന്നും രഘു തന്നെയാണ്, 28 സ്ഥാനത്ത് നിൽക്കുന്നതും രഘു തന്നെയാണ്. അപ്പോൾ രഘുവിനെ നമ്മൾ 2 വട്ടം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടിക്കിട്ടിയ തുകയിൽ നിന്ന് ഒരു 1 കുറയ്ക്കുക, അതായത് ഒരു രഘുവിനെ കുറയ്ക്കുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും 43. സെറ്റ് ദ ഓപ്ഷൻ എ. എടാ ഒന്നുകൂടി ഞാൻ പറയാണ്, ഒരു വരിയിൽ ഒരു വ്യക്തിയുടെ 2 സ്ഥാനങ്ങൾ തന്ന ശേഷം, അവരുടെ സ്ഥാനങ്ങൾ തന്ന ശേഷം അതിൽ ആ വരിയിലാകെ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട, കൂട്ടിയിട്ട് ഒന്ന് കുറച്ചോ. അപ്പോൾ ഞാനൊരു ചോദ്യം തരികയാണ്. ഒരു വരിയിൽ എ മുന്നിൽ നിന്ന് 26-മതും മുന്നിൽ നിന്നിട്ടാ പിന്നിൽ നിന്ന് 35-മതുമാണ് എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട്? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യില്ലേ? സെറ്റായിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാൻ ഉണ്ട്. ഒന്നുകൂടി 10, 12, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഏറ്റവും ചെറുതായി ചോദിച്ചിരിക്കണേ. ചെറുതെന്ന് കണ്ടാൽ തന്നെ നമുക്ക് അറിയേണ്ടി വരാം, അത് ഈ സംഖ്യകൾ കൊണ്ട് എന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ ഇത്രടാ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലസാഗുന്ന് മലയാളത്തിൽ പറയും. ഒന്നുകൂടി പറയണമെങ്കിൽ, അതിൻ്റെ ഫുൾ ഫോമായി പറയണമെങ്കിൽ ലഘുതമ സാധാരണ ഗുണിതം. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് എടാ ഈ 10, 12, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. എടാ ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ എന്തായിരിക്കും? ആ സംഖ്യ ഇതിൻ്റെ LCM ആയിരിക്കും, ഒരു കോമൺ മൾട്ടിപ്പിൾ. അങ്ങനെയാണെങ്കിൽ അത് LCM ആയിരിക്കും. അപ്പോൾ ശിഷ്ടം 1 വരണമെങ്കിൽ ആ കിട്ടുന്ന LCMൻ്റെ കൂടെ 1 കൂട്ടിയാൽ പോരെ, എത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നുമില്ല, ഈ 10, 12, 15 ഇവന്മാരുടെ LCM കാണണം. നമുക്ക് ഘടകക്രിയ വെച്ച് ചെയ്യാം. അതിനേക്കാൾ നല്ലത് ബെസ്റ്റ് ഷോർട്ട് ട്രിക്ക് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന സംഖ്യയിൽ വലിയ സംഖ്യയെ മറ്റുള്ള സംഖ്യ കൊണ്ട് ഹരിക്കാൻ സാധിച്ചാൽ അതായിരിക്കും LCM. അങ്ങനെയാണെങ്കിൽ 15നെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത 15ൻ്റെ മൾട്ടിപ്പിൾ, ഇരട്ടിയല്ല മൾട്ടിപ്പിൾ. ഇരട്ടി എന്ന് പഠിച്ചാൽ പിന്നെ 30 കഴിഞ്ഞ് നേരെ ഡയറക്റ്റ് 60ലേക്ക് പോകും. അതിൻ്റെ ഇടയിലുള്ള 45 മിസ്സാവും. അപ്പോൾ 15ൻ്റെ അടുത്ത മൾട്ടിപ്പിളായി 30 എടുത്തു. 30നെ 10 കൊണ്ട് പറ്റും, പക്ഷെ 12 കൊണ്ട് പറ്റില്ല. അപ്പോൾ അടുത്ത മൾട്ടിപ്പിളായി 45 ചിന്തിച്ചോ. 45നെ എന്തായാലും 10 എന്ന് പറയുന്നത് ഒരു 0 ഉള്ള നമ്പർ ആയതുകൊണ്ട് 0 ഉള്ള സംഖ്യയെ പോവുള്ളൂ. അപ്പോൾ അടുത്ത ചിന്തിച്ചോ 60. 60നെ 10 കൊണ്ടും ഹരിക്കാം, 12 കൊണ്ടും ഹരിക്കാൻ പറ്റും, 15 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ LCM 60. നിങ്ങളോട് ഞാനൊരു കാര്യമാണ്, എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന നമ്പേഴ്സാണ് ഈ 10, 12, 15ഒക്കെ. 12ഉം 15ഉം തൊട്ടടുത്തുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നോക്കാൻ പറ്റുന്നത് ഏറ്റവും അതിൻ്റെ LCM 60 ആയിരിക്കണം കേട്ടോ. പിന്നെ ഏത് സംഖ്യകളുണ്ടെങ്കിലും 60ൻ്റെ മൾട്ടിപ്പിൾ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ LCM എത്ര കിട്ടണ? 60. എനിക്ക് കിട്ടേണ്ട സിസ്റ്റം ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടി. എൻ്റെ ആൻസർ 61 നോക്കാനത് ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവ കൊണ്ട് ഹരിക്കാൻ ഹരിക്കുന്ന സമയത്ത് സിസ്റ്റം കിട്ടണം എന്ന് പറഞ്ഞ് അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ LCM പ്ലസ് ആ സിസ്റ്റം ചെയ്താൽ മതി. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ നിങ്ങൾ നേരത്തെ തന്ന ക്വസ്റ്റ്യന് കമൻ്റ് ഇടണം, അതിലെ ആൻസർ കമൻ്റ് ഇട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ AECയിൽ LP UP ജനറൽ PSC 10th LDC ഇതിൻ്റെ എല്ലാം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കണം, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും. അപ്പോൾ എല്ലാവർക്കും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമെങ്കിൽ കൂടെ തീർച്ചയായിട്ടും AEC എന്നും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക, വീഡിയോകൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ സീരീസിൻ്റെ ഭാഗമാവാൻ വേണ്ടി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്, ബൈ.